മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ കമലേശ്വരത്ത് എത്തുന്നുണ്ട്. അതേസമയം ദുർഗ കണ്ണനോട് പറയുന്നുണ്ട് അവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം മോൻ അറിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ അവരെ ജാമ്യത്തിൽ ഇറങ്ങിയല്ലോ എന്ന് പറയുന്നുണ്ട്. ദുർഗ പറയുന്നുണ്ട് നീയും ആ ലക്ഷ്മിയുമായിട്ടുള്ള വിവാഹ മോചനം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം, എന്നിട്ട് നീ സ്വാതിയെ വിവാഹം കഴിക്കണമെന്നെല്ലാം പറയുന്നുണ്ട്. എനിക്ക് സ്വാതിയെ അങ്ങനെ കാണാൻ കഴിയില്ല, എൻ്റെ പെങ്ങളുടെ സ്ഥാനത്താണ് ഞാൻ സ്വാതിയെ കാണുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. എൻ്റെ സ്വത്തിൻ്റെ പാതി അയാളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കതങ്ങനെ പെട്ടെന്നൊന്നും വിവാഹമോചനം കിട്ടില്ല, ആ സ്വത്ത് എനിക്ക് തിരികെ കിട്ടില്ല. അതേസമയം തന്ത്രപൂർവ്വം തന്നെ ആ സ്വത്ത് കൈക്കലാക്കിയതിന് ശേഷം മാത്രം വിവാഹമോചനം ചെയ്താൽ മതി എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് മോഹിനിയാണെങ്കിൽ വിളക്കെല്ലാം വൃത്തിയാക്കുന്ന സ്ഥലത്തോട്ട് തന്നെ മുത്തശ്ശി വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ആ വിളക്കിൻ്റെ വെളിച്ചം പോലും ഇല്ലല്ലോ നിൻ്റെ മനസ്സിനെന്ന് പറയുമ്പോൾ അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് തോന്നിയതുപോലെയൊക്കെ ഞാൻ ചെയ്യുമെന്നുള്ള വൈരാഗ്യത്തോടു കൂടിയുള്ള പറച്ചിൽ കേൾക്കുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മോഹിനിയോട് ദേഷ്യപ്പെടാൻ പാടില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് നീ ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങളൊന്നും പറയില്ല എന്നുള്ള പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട്. എന്നാലും എനിക്കൊരു കാര്യം ബാക്കി നിൽക്കുകയാണ്, ആ ലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട് അത് ആരായാലും നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുകയാണ്, അത് ശരിയാണ് പറഞ്ഞതെന്നെല്ലാം പ്രതാപനും പറയുന്നുണ്ട്. പിന്നീട് അകത്തോട്ട് കയറിപ്പോയിരുന്ന മോഹിനിയുടെ നേരെ കാല് പൊക്കി ചവിട്ടാനായിട്ട് ആയെന്നുണ്ടെങ്കിലും അതിന് പറ്റാതെ മുത്തശ്ശിയാണെങ്കിൽ ആകെ വിഷമിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട് എടാ പ്രതാപ, എന്നാലും ഇവൾ ഇതുപോലെ സഹിച്ചു കൊണ്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ പ്രതാപം പറയുന്നുണ്ട് അമ്മ ഒന്നും വിഷമിക്കേണ്ട, എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ടെന്നെല്ലാം പറയുകയാണ്. പിന്നീട് ICUവിൽ കിടക്കുന്ന മേഘനാഥൻ്റെ അടുത്തോട്ടാണെങ്കിൽ സീമന്തിനി വരുന്നുണ്ട്. എന്നിട്ട് സീമന്തിനിയാണെങ്കിൽ മേഘനാഥനെ കാണുമ്പോൾ വളരെയേറെ വിഷമിക്കുന്നു. എന്നിട്ട് പറയുന്നു മോനെ നീ എന്തെങ്കിലും എന്നോടൊന്ന് മിണ്ടു മോനെ എന്ന് പറയുകയാണ്. അതേസമയം മേഘനാഥനാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ പറ്റാതെ ആകെ ജീവശവമായിട്ട് തന്നെ അങ്ങനെ കിടക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് മാർക്കോയും ലോപ്പസും വരുന്നുണ്ട്. അങ്ങനെ മാർക്കോനും ലോപ്പസിനെ കാണുന്നതും സീമന്തിനെ ആണെങ്കിലും ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുതേ എന്നും പറയുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് അവനല്ലേ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്, ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അവനെ കൊല്ലണമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവനെ കൊല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, അവൻ എഴുന്നേറ്റ് വരുന്ന ഏതെങ്കിലും ഒരു നാളുണ്ടാവുമല്ലോ, അന്ന് എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും അവൻ്റെ മരണമെന്നെല്ലാം സീമന്തിനിയുടെ മുന്നിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ ഒരു സ്ഥലത്ത് ഒരാളെ നോക്കി നിൽക്കുന്നുണ്ട്. അതാരാണെന്ന് വെച്ചാൽ പ്രതാപൻ ഏർപ്പാടാക്കിയ ഒരു ഗുണ്ടയാണ്. അങ്ങനെ അയാളാണെങ്കിൽ പ്രതാപനുള്ളിടത്തോട്ട് തന്നെ വരുന്നുണ്ട്. എന്നിട്ട് പ്രതാപനാണെങ്കിൽ അയാളോട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം നിന്നെ ഏൽപ്പിച്ചാൽ നീ നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തണമെന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ഞാനിപ്പോൾ ഒരു തേൻ തരാം, ആ തേനിലാണ് വിഷം കലർത്തിയിരിക്കുന്നത്, ആ തേനാണെങ്കിൽ ഞാൻ പറയുന്ന വീട്ടിൽ പോയി ഞാൻ പറഞ്ഞിട്ടുള്ള ആ മധുരപലഹാരങ്ങളിൽ തന്നെ ഇത് ചേർക്കണം, യാതൊരുവിധ തെളിവും അവിടെ അവശേഷിപ്പിക്കാതെ തന്നെ വരികയും വേണമെന്നെല്ലാം പ്രതാപനാളി കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അത് കേൾക്കുന്ന ഗുണ്ട പറയുന്നുണ്ട് സാർ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ ഞാൻ ചെയ്യാം, ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്നും ഒരു പാവപ്പഴം ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ലേഖയുടെയും അനന്തുവിൻ്റെ വീട്ടിലോട്ടാണ് അയാളെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ കൃത്യമായിട്ടുള്ള നിർദ്ദേശപ്രകാരം ലേഖയുടെയും അനന്തുവിൻ്റെയും വീട്ടിൽ തന്നെ അയാൾ എത്തുന്നുണ്ട്. അങ്ങനെ അയാളാണെങ്കിൽ അടുക്കളവാതിൽ തുറന്നുകൊണ്ട് തന്നെ അകത്ത് കയറുന്നുണ്ട്. അതേസമയം അവിടെ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും കിടന്നുറക്കുന്ന സമയത്ത് തന്നെയാണ് അയാൾ അവിടെ എത്തുന്നത്. അങ്ങനെ അവിടെ കാണുന്ന മധുരപലഹാരങ്ങളിലെല്ലാം തന്നെ അയാളാണെങ്കിൽ ആ തേനൊഴിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് യാതൊരുവിധ തെളിവും അവശേഷിപ്പിക്കാതെ തന്നെ അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ മഹിയാണെങ്കിൽ അടുക്കളയിൽ എത്തുന്നു. അപ്പോഴേക്കും മഹിനോട് ലേഖ പറയുന്നുണ്ട് താൻ എന്താണ് രാവിലെ തന്നെ അടുക്കളയിലോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴും മഹി പറയുന്നുണ്ട് എൻ്റെ പണ്ടേ ഉള്ള ശീലമാണ് ലേഖ, രാവിലെ കുളിച്ച് അടുക്കള കയറണം, അമ്മയുടെ കൂടെ ഞാൻ അങ്ങനെ പതിവായിട്ട് ചെയ്തതുകൊണ്ട് അത് കമലേശ്വരത്ത് വെച്ചും അങ്ങനെ തന്നെയായിരുന്നു, അതുകൊണ്ട് എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല ലേഖ, അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ എണീറ്റെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഞാനും വന്ന് സഹായിക്കാൻ ലേഖ എന്നെല്ലാം മഹി പറയുമ്പോൾ താനൊന്ന് സഹായിക്കേണ്ട, തനിക്ക് ആവശ്യമുള്ളത് എന്താണെങ്കിലും ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാമെന്ന് പറയുന്നുണ്ട്. അതേസമയം അവിടെ ഉണ്ണിയപ്പം ഇരിക്കുന്നത് മഹിയുടെ കണ്ണിൽ പെടുന്നുണ്ട്. അപ്പോൾ മഹി പറയുന്നുണ്ട് ആ അമ്മ ഉണ്ടാക്കിയെന്ന് ഉണ്ണിയപ്പം കാണുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്ന ലേഖ എന്ന് പറയുന്നുണ്ട്. അതിനെന്താണ്, മകൾക്ക് വേണ്ടിയല്ലേ അമ്മ ഇതെല്ലാം ഉണ്ടാക്കി തന്നിട്ട് പോയത്, അതുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളത്രയും തിന്നോളാൻ ലേഖ പറയുന്നുണ്ട്. അങ്ങനെ മഹിയാണെങ്കിൽ അതിൽ നിന്നൊരു ഉണ്ണിയപ്പം എടുത്ത് ലേഖയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്ന ആളല്ലേ, അതുകൊണ്ട് ആദ്യം തന്നെ ലേഖ ഒരെണ്ണം തിന്നെന്ന് പറഞ്ഞുകൊണ്ട് ലേഖയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മഹി തരുന്ന ആ ഉണ്ണിയപ്പം തന്നെ ലേഖ കഴിക്കുന്നുമുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് തനിക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ, മഹിയുടെ അമ്മ കാണണ്ടായെന്ന് പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, എല്ലാവർക്കും വേണ്ടി അമ്മ ഉണ്ടാക്കിയതാണെന്നല്ലേ മഹി പറയുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ലേഖയ്ക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. അങ്ങനെ മഹിയുടെ അടുത്ത് വന്ന ലേഖയ്ക്കാണെങ്കിൽ വായിൽ നിന്നുള്ള ചോരയെല്ലാം വരുന്നത് കണ്ട് മഹിയാണെങ്കിൽ ഭയപ്പെടുന്നു. അയ്യോ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് മഹിയാണെങ്കിൽ കെട്ടിപ്പിടിക്കുന്നു.
അങ്ങനെ ലേഖയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ മഹിയാണെങ്കിൽ ആകെ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.